ഹംപമ്പു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുവാണ്. എല്ലായിടങ്ങളിലും തീർച്ചയായിട്ടും ക്രിസ്മസ് ട്രീ മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പക്ഷെ ഇവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീയും ഡെക്കറേഷൻസും ഒക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ പ്ലേസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഉച്ചത്തേക്ക് വേണ്ടി കുക്കും കൂടെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗിലേക്ക് ഇന്നത്തെ ഈ ദിവസം എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ബയോ ബയോ. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ നേരെ നമുക്ക് കിച്ചണിലേക്ക് പോകണം. അവിടെ നമുക്ക് ചോറും നല്ല അടിപൊളി മത്തിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. മത്തിയല്ല, സോറി, നെയ്മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നെയ്മീൻ എവിടെ കിടക്കുന്നു, മത്തി എവിടെ കിടക്കുന്നു. അപ്പം നല്ല നെയ്മീനും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 4-5 കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ആദ്യം നമുക്ക് നല്ല ഉടംകൊല്ലി മുളകൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ബയോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് കിച്ചൺ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാരണം ഇതാണ് ഇപ്പോഴത്തെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് പണികൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന കാര്യം എനിക്ക് നേരത്തെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പൊതുവേ എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു അപ്പം ഉണ്ടാക്കാമെന്ന്. കാരണം ഞാൻ ഇവിടെ അപ്പം മാവ് ആട്ടി തലേ ദിവസം വെക്കുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിച്ചതാട്ടോ ഇത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എളുപ്പമാണ്. കാരണം എൻ്റെ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് അരി വെള്ളത്തിടാനും മറ്റു കാര്യങ്ങളും എനിക്ക് ഇച്ചിരി ടാസ്ക്കായിട്ട് ഫീൽ ചെയ്യുന്ന കാരണം ഞാനൊരു 2-3 ആഴ്ചയായിട്ട് അപ്പത്തിൻ്റെയും ദോശയുടെയൊക്കെ മാവ് കടയിൽ നിന്ന് വാങ്ങുവാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല അപ്പമായിട്ട് തന്നെയാണ് കിട്ടുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമായിട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് പിള്ളേർ പോകുന്നതിന് മുമ്പ് പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം. ഇപ്പോൾ അവർക്ക് സ്കൂളുള്ളത് കാരണം എത്രയും പെട്ടെന്ന് ഫുഡ് കൊടുത്താൽ മാത്രമേ എനിക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അവർ ഒരു 8-8:30 മണിയാകുമ്പോഴത്തേക്കും സ്കൂളിൽ പോകട്ടോ. പിന്നെ തിരിച്ച് വരുന്നത് ഒരു 3:30 മണിയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്, പിള്ളേർക്ക് ഇഷ്ടമാണ്, അതുപോലെ തന്നെ വിച്ചാനും ഇഷ്ടമാണ് അപ്പം. ഇപ്പം ഇതിനോട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കറി ചമ്മന്തിയാണ്. പലർക്കും ഫേവറേറ്റ് ആയിരിക്കും ചമ്മന്തി, പക്ഷെ എനിക്ക് വലിയ ഫേവറേറ്റ് അല്ല കേട്ടോ ഈ അപ്പവും ചമ്മന്തിയും. എനിക്ക് ഈ അപ്പം, കടലക്കറി അല്ലെങ്കിൽ അപ്പം സ്റ്റൂവ്, വെജിറ്റബിൾ സ്റ്റൂ ആണെങ്കിലും ചിക്കൻ സ്റ്റൂ ആയിരുന്നാലും അല്ലെങ്കിൽ മുട്ടക്കറി ആയിരുന്നാലും എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ പറയുന്ന ചമ്മന്തി കൂടെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതല്ല. അപ്പോൾ ഇന്ന് പക്ഷേ ഞാൻ രാവിലെ ഈ പറയുന്ന അപ്പം കഴിക്കുന്നില്ല. ഞാൻ ഇച്ചിരി വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് രാവിലെ മിക്കവാറും ഞാൻ 2 മുട്ടയിൽ അങ്ങ് ഒതുക്കും. ഈ ഇന്നത്തെ സ്പെഷ്യൽ മീൻ എന്ന് പറയുമ്പോൾ നെയ്മീനാണ് കേട്ടോ. കാരണം ഇന്നലെ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നന്നായിട്ട്, എൻ്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് ഉടംകൊല്ലി മുളക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് മീൻകറി വെച്ച് കഴിക്കാൻ വളരെയധികം കൊതിയായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കീരത്തോരൻ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കീരത്തോരനൊക്കെ തലേ ദിവസമേ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ നോക്കിയപ്പോൾ തലേ ദിവസം ഞാൻ അരിഞ്ഞു വെച്ചിട്ടില്ല, മറന്നുപോയി. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇതിപ്പോൾ ഞാൻ കീരത്തോരൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, പെട്ടെന്ന് ജോലി തീരുമല്ലോ എന്നൊക്കെ കരുതി. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ കീരത്തോരനും കൂടി അരിയേണ്ടതായിട്ട് വന്നു. കാരണം വീഡിയോയും കൂടെ എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ അപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് മീനിലോട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യകതകളുള്ളത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് മീനിന് വേണ്ടി തേങ്ങ നമ്മൾ ഈ ചമ്മന്തിക്ക് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി കറക്റ്റ് മീനിനുള്ള കാര്യവും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കീരത്തോരനും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം സ്റ്റൈൽ എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ ഓരോരുത്തർക്കും മീൻകറി വെക്കുന്നത് പല ടേസ്റ്റ് അല്ലെങ്കിൽ പല ഇതിലായിരിക്കും. ഞാൻ ശരിക്കും എൻ്റെ വീട്ടിൽ വയ്ക്കും പോലെയാണ്. ഇങ്ങനെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ട്രിവാൻഡ്രം സൈഡും വയ്ക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആവശ്യത്തിന് ഒരല്പം തേങ്ങ, അതിൽ കുറച്ച് നമ്മുടെ ചെറുള്ളി, അത് കഴിഞ്ഞിട്ട് ഒരു നെല്ലിക്ക വലിപ്പം നമ്മുടെ
പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ മീനിലും ഇച്ചിരി പുളി കൂടി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ 2 ഉടങ്കൊല്ലി മുളക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവ, അതുപോലെ മല്ലിപ്പൊടി ഞാൻ ഇച്ചിരി ഒരു 2.5 സ്പൂൺ ഇടും. ഇവിടെ മുളക് വലുതായിട്ട് ഉച്ചാണ് ഇഷ്ടമല്ല മുളക് കൂടിയിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടി വളരെ കുറച്ചായിടുക. പിന്നെ അതിനോടൊപ്പം പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉലുവയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് നല്ല മഷിയായിട്ട് ഞാൻ അരയ്ക്കത്തില്ല, ഇവിടെ പറയുന്ന രീതി കേട്ടോ, നല്ല മഷിയായിട്ട് അരയ്ക്കത്തില്ല. ഇച്ചിരി നമുക്ക് കഴിക്കാനും ഇച്ചിരി ഒരു തിക്ക് ആയിട്ട് കിട്ടാനും ഇച്ചിരി നല്ല ഒരു ഭയങ്കരമായിട്ട് ഈ നെത്തോലി മീനിനൊക്കെയാണ്, ഞങ്ങളിവിടെ നെത്തോലി എന്നാണ് പറയുന്നത്. അപ്പോൾ നെത്തോലി മീനിനൊക്കെ അരയ്ക്കുന്ന ടൈപ്പ് ഞാൻ അരയ്ക്കില്ല. ഈ പറയുന്ന നെയ്മീൻ, ചൂര മീനൊന്നുമൊക്കെ ഇച്ചിരി കിടക്കട്ടെ എന്നുള്ള രീതിയിൽ, തേങ്ങാക്കൊത്ത് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ വളരെ ചെറുതായിട്ട് അരയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ കാര്യമൊക്കെ സെറ്റാവും. ഇനിയുണ്ട് ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ പെട്ടിയിൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടാവും ഞാൻ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും, കാരണം എനിക്ക് എപ്പോൾ ടൈം കിട്ടുമെന്ന് അറിയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്, കുഞ്ഞിലേ തൊട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ കള്ളിക്കാടുണ്ട് കേട്ടോ. കള്ളിക്കാട് ഞാനൊരു 3 വർഷമായിട്ട് ഒരേ ട്രീ ആണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് താമസം മാറിയതിന് ശേഷം ഇവിടെയും എനിക്ക് ക്രിസ്മസ് ട്രീ വാങ്ങണം, വെക്കണം. അതും എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ആഗ്രഹം പോലത്തെ ഒരു ക്രിസ്മസ് ട്രീ ആയിരിക്കണം എന്നുണ്ട്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഫുൾ പച്ചയേക്കാൾ അതിൽ കുറച്ച് സ്നോ മൂടിയ ടൈപ്പായിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഉച്ചാടിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉച്ചാടൻ എനിക്ക് അതുപോലെ ഇച്ചിരി വലിയ ക്രിസ്മസ് ട്രീ വെക്കണം എന്ന്. പിന്നെ എനിക്ക് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യം അതിൽ ചെറി പോലത്തെ ഐറ്റം ഉണ്ടല്ലോ, റെഡ് കളറിൽ വരുന്ന ചെറീസ്, അതുപോലെ അതിൽ കുറേ ഫ്ലവേഴ്സ് വേണം റെഡിൻ്റെ. കൂടുതൽ റെഡ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും അത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ടായിരിക്കും എന്നെൻ്റെ മനസ്സ് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ വീഡിയോ കോളിൽ വന്നായിരുന്നു ഏട്ടൻ. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, എൻ്റെ ക്രിസ്മസ് ട്രീ.